2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വേൾഡ് ഇനീക്വാലിറ്റി ലാബ് ഒരു റിപ്പോർട്ട് ഇന്ത്യയെക്കുറിച്ച് പുറത്തുവിട്ടിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം അത് ബ്രിട്ടീഷ് കാലത്തേക്കാൾ രൂക്ഷമാണ് എന്നും ഇന്ത്യയിലെ പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള സമ്പത്തിലെ അന്തരവ് അത് 2014 ശേഷം ഗണ്യമായി വർദ്ധിക്കുന്നു എന്നുമാണ്. ഇപ്പോൾ ഈ വാർത്ത വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇന്ത്യയിലെ 10 ശതകോടീശ്വരന്മാരുടെ പട്ടികയാണ്. ആ പട്ടികയിലെ കണക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ പലരെയും ഞെട്ടിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 1-ാം പേരുകാരനായി ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗൗതം അദാനിയുടെ പേരാണ്. മുൻപ് മുകേഷ് അംബാനി ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനെങ്കിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള അദാനിയെ ഗുരുതരമായി ബാധിക്കുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വന്ന ശേഷവും ഗൗതം അദാനി തൻ്റെ സമ്പത്തിൽ ഗണ്യമായ വർധന ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായി ഹുറുൺ ഇന്ത്യ റിച്ച് ലിസ്റ്റിൽ കണക്കാക്കപ്പെടുന്ന ഗൗതം അദാനിയുടെ ആസ്തി 11,61,800 കോടി രൂപയാണ്. അതേസമയം 2014 ഇതേ ഹുറുൺ ഇന്ത്യ റിച്ച് ലിസ്റ്റിൽ അദാനിയുടെ ആസ്തി വെറും 44,000 കോടിയായിരുന്നു എന്ന വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. 10 വർഷത്തെ ഇടവേളയ്ക്കുള്ളിൽ 10 വർഷത്തെ ഇടവേള കൊണ്ട് മാത്രം ഗൗതം അദാനി 44,000 കോടിയിൽ നിന്നും 11,61,000 കോടിയിലേക്ക്, അതായത് 10 ഇരട്ടിയിലധികം വർധനവ് സ്വന്തം ആസ്തിയിൽ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഉണ്ടാക്കി എന്ന് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ഗൗതം അദാനിക്കെതിരെ സെബിയുമായി ബന്ധപ്പെട്ടുൾപ്പെടെ ഗുരുതരമായ 2 ഹിൻഡൻബർഗ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനു പുറമെ അദാനി തമിഴ്നാട് സർക്കാരിൻ്റെ നല്ല ക്വാളിറ്റി കൽക്കരി എന്ന് പറഞ്ഞ മോശം ക്വാളിറ്റി കൽക്കരി ഇറക്കുമതി ചെയ്ത് നൽകിയതായി ഒരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിലും രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാരനായി വളരാൻ ഗൗതം അദാനിക്ക് സാധിച്ചിരിക്കുന്നു എന്ന് ഈ ലിസ്റ്റ് തെളിയിക്കുന്നു. 2-ാം സ്ഥാനക്കാരൻ മുകേഷ് അംബാനിയാണ്. മുകേഷ് അംബാനിയുടെ ആസ്തി 10,14,700 കോടി രൂപയാണ്. മുകേഷ് അംബാനിയുടെ മകൻ്റെ വിവാഹം ഈ അടുത്ത വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മുകേഷ് അംബാനിയുടെ മകന് വിവാഹത്തിന് 5,000 കോടിയിലേറെ രൂപ ചിലവഴിച്ചു എന്ന വാർത്തകൾ, എന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. എന്തായാലും 2-ാം സ്ഥാനത്ത് മുകേഷ് അംബാനിയാണ്. 3-ാം സ്ഥാനം തൊട്ടുള്ള കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ആദ്യ 2 പണക്കാർ മുകേഷ് അംബാനിയും ഗൗതം അദാനിയുടെയും ആസ്തി ചേർക്കുകയാണെങ്കിൽ അത് ബാക്കി 8 പണക്കാരുടെ ആസ്തിയേക്കാൾ കൂടുതലാണ് എന്നാണ് ഹുറുൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് പറയുന്നത്. അതായത് രാജ്യത്തെ ഏറ്റവും വലിയ 2 പണക്കാർ മറ്റെല്ലാ ശതകോടീശ്വരന്മാരുടെ ആസ്തിയേക്കാൾ കൂടുതൽ ആസ്തി കൈവശം വച്ചിരിക്കുന്നു എന്ന് ഈ ലിസ്റ്റ് തെളിയിക്കുന്നുണ്ട്. അതോടൊപ്പം 3-ാം സ്ഥാനത്തുള്ളത് ശിവ് നാടാറാണ്. HCL ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും ഉടമയുമായ അദ്ദേഹത്തിൻ്റെ ആസ്തി 3,14,000 മാത്രമാണ്. അംബാനിയും അദാനിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ കുറവാണ്. 10-1 പോലും വരുന്നില്ല എന്നത് ശ്രദ്ധേയമായ വസ്തുതയാണ്. 4-ാം സ്ഥാനത്ത് നമ്മുടെ കോവിഷീൽഡ് വാക്സിൻ ഉൾപ്പെടെ വികസിപ്പിച്ച സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉടമ സൈറസ് എസ് പൂനാവാലയാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി 2,89,800 കോടി രൂപയാണ്. അതേസമയം പൂനാവാലയുടെ ആസ്തിയിലെ വർധനവ് കോവിഡ് കാലത്തിന് ശേഷമാണ് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം 5-ാം സ്ഥാനത്തുള്ളത് ദിലീപ് സാങ്വിയാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി 2,49,900 കോടി രൂപയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മരുന്ന് ഉൽപ്പാദക കമ്പനിയായ സൺ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഉടമയാണ് അദ്ദേഹം. 6-ാം സ്ഥാനത്ത് കുമാർ മംഗളം ബിർളയാണ്. ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഉടമ കുമാർ മംഗളം ബിർളയാണ്. കുമാർ മംഗളം ബിർളയുടെ ആസ്തി 2,35,200 കോടി രൂപയാണ്. അതേസമയം 7-ാം സ്ഥാനത്ത് ഗോപിചന്ദ് ഹിന്ദുജയാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി 1,92,700 കോടി രൂപയാണ്. ഹിന്ദുജ ഗ്രൂപ്പ് എന്ന ഉത്തരേന്ത്യയിലടക്കം വലിയ സ്വാധീനമുള്ള ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഉടമയാണ് അദ്ദേഹം. 8-ാം സ്ഥാനത്ത് രാധാകൃഷ്ണ ധമനിയാണ്. രാധാകൃഷ്ണൻ ധമനിയുടെ ആസ്തി എന്ന് പറയുന്നത് 1,90,000
കോടി രൂപയാണ്. അദ്ദേഹം ഡിമാർട്ട് എന്നൊരു റീറ്റെയിൽ ശൃംഖലയുടെ ഉടമയാണ്. 9ാം സ്ഥാനത്ത് അസീം പ്രേംജിയാണ്. വിപ്രോയുടെ ഉടമയായിട്ടുള്ള അസീം പ്രേംജിയുടെ ആസ്തി 1,90,700 കോടി രൂപയാണ്. അതേസമയം 10ാം സ്ഥാനത്ത് വരുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ബജാജ് കമ്പനിയുടെ ഉടമ നീരജ് ബജാജ് ആണ്. നീരജ് ബജാജിന്റെ ആസ്തി 1,62,800 കോടി രൂപയാണ്. ഇവർ 10 പേരുമാണ് ഇന്ത്യയുടെ ഏകദേശം 70% സമ്പത്ത് കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യയിലെ 10 പണക്കാർ. അതിലും ശ്രദ്ധേയമായ കാര്യം, ഈ 10 പണക്കാർക്കിടയിലും ഒരു വ്യക്തമായ സാമ്പത്തിക അസമത്വം ദൃശ്യമാണ്. ആദ്യത്തെ 2 പണക്കാരുടെ കയ്യിൽ ബാക്കി 8 പേരുടെ കയ്യിലുള്ളതിനേക്കാൾ ആസ്തിയും സമ്പത്തും ഉണ്ട് എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ്. എന്തായാലും ഇന്ത്യയിലെ ഈ സാമ്പത്തിക അസമത്വം അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്കാൾ രൂക്ഷമാണെന്നാണ് വേൾഡ് ഇനീക്വാലിറ്റി ലാബ് റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ട് പുറത്തു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു എങ്കിലും ആ റിപ്പോർട്ടിന് അർഹിക്കുന്ന പ്രാധാന്യം ഇന്ത്യയിലെ മാധ്യമങ്ങൾ നൽകിയില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. Yep.